നമസ്കാരം. പ്രധാന വാർത്തകൾ. ശ്രദ്ധയ്ക്ക്. ഇന്ന് രാത്രി 3 മണിക്കൂർ തലസ്ഥാനമടക്കം 10 ജില്ലകളിൽ അതീവ ജാഗ്രത. കേരളത്തിലെ 10 ജില്ലകളിൽ അടുത്ത 3 മണിക്കൂറിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് രാത്രി അതിശക്ത മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ്. ഈ ജില്ലകളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പുണ്ട്. മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റു. വയോധികന് ദാരുണാന്ത്യം. മലപ്പുറം പൂക്കോട്ടുപാടം സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. 69 വയസ്സായിരുന്നു. രാത്രി 7:30യോടെയാണ് സംഭവം നടന്നത്. പൂക്കോട്ടുംപാടത്ത് ചായക്കടയിൽ തൊഴിലാളിയായ ചന്ദ്രൻ കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം. വിവാദമായ പൊറോട്ടയും ബീഫും പരാമർശം. NK പ്രേമചന്ദ്രൻ MPക്കെതിരെ പരാതി നൽകി ബിന്ദു അമ്മിണി. കൊയിലാണ്ടി പോലീസിനാണ് ബിന്ദു അമ്മിണി പരാതി നൽകിയത്. NK പ്രേമചന്ദ്രന്റേത് തെറ്റായതും അധിക്ഷേപപരവുമായ പ്രസ്താവനയാണെന്ന് പരാതിയിൽ പറയുന്നു. തന്റെ അന്തസ്സിനും പ്രശസ്തിക്കും കളങ്കം വരുത്തുന്നതാണ് പ്രസ്താവന. പാലായിലെ ഗസ്റ്റ് ഹൌസിലോ കോട്ടയം പോലീസ് ക്ലബിലോ പോയിട്ടില്ലെന്നും തന്റെ പേരിനൊപ്പം രഹ്ന ഫാത്തിമയുടെ പേര് ചേർത്ത് പറഞ്ഞത് ഒരു മുസ്ലിം വനിതയുടെ പേര് തന്റെ പേരിനൊപ്പം ചേർക്കണമെന്ന ദുരുദ്ദേശത്തോടെയാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി. MPയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വലിയ രീതിയിലുള്ള അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ് നേരിടുന്നതെന്നും പരാതിയിൽ പറയുന്നു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്തെ കുഴിയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കൂറ്റനാട് പെരിങ്ങോട് സ്വദേശി നീട്ടിയത്തപ്പടി പരേതനായ അയ്യപ്പന്റെ മകൻ 40 വയസ്സുള്ള മഹേഷിനെയാണ് കുഴിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. പെരിങ്ങോട് ഹൈസ്കൂൾ മൈതാനത്തിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടത്തോട് ചേർന്ന് നിർമ്മിച്ച 6 അടിയോളം ആഴം വരുന്ന കുഴിയിൽ വ്യാഴാഴ്ച കാലത്താണ് മൃതദേഹം കാണുന്നത്. കെട്ടിടത്തിന്റെ സെപ്റ്റിക് ടാങ്ക് നിർമ്മാണത്തിനായി നിർമ്മിച്ച കുഴിയോട് ചേർന്ന് നിർമ്മിച്ച മറ്റൊരു കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. വ്യാഴാഴ്ച കാലത്ത് കെട്ടിടത്തിൽ ജോലിക്കായി എത്തിയവരാണ് മൃതദേഹം കാണുന്നത്. ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. CPIയുടെ എതിർപ്പ് പാഴായി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കേരളം. CPIയുടെയും സംസ്ഥയുടെയും ഒന്നിന്റെയും എതിർപ്പിനെ വകവയ്ക്കാതെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കേരളം. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു. സംസ്ഥാനത്തിനു വേണ്ടി വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചത്. തടഞ്ഞുവെച്ച ഫണ്ട് ഉടൻ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു.